രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകിയാണ് RSSന്റെ പ്രവർത്തനമെന്ന് സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. നല്ല വ്യക്തികളെ സൃഷ്ടിക്കുന്നതാകണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. ഭാരതം ലോകത്തെ നയിക്കുന്ന സമയം വന്നിരിക്കുന്നതായി ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലെ പ്രഭാഷണ പരമ്പരയുടെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. RSSന്റെ ശതാബ്ദി വർഷത്തിൽ ഡൽഹിയിൽ വിജ്ഞാൻ ഭവനിൽ സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിന്റെ 3 ദിവസത്തെ പ്രഭാഷണ പരമ്പര അവസാനിച്ചു. രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകിയാണ് RSSന്റെ പ്രവർത്തനമെന്ന് മോഹൻ ഭഗവത് പറഞ്ഞു. നല്ല വ്യക്തികളെ സൃഷ്ടിക്കുന്നതാകണം വിദ്യാഭ്യാസം. വിദ്യാഭ്യാസമെന്നാൽ സാക്ഷരത മാത്രമല്ല, സാങ്കേതിക വിദ്യ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നും കൊളോണിയൽ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സുശിക്ഷ यानी केवल लिटरेसी नहीं, एजुकेशन यानी केवल स्कूलिंग, इंफॉर्मेशन क्रैमिंग नहीं, तो मनुष्य सुसंस्कृत बने, मनुष्य वास्तविक मनुष्य बने, इसको शिक्षा कहते हैं. वो शिक्षा मिलती है तो मनुष्य विष का भी उपयोग दवाई के रूप में कैसा करना ये खोज लेता है. ऐसी शिक्षा अपेक्षित है. अपने देश की शिक्षा बहुत पहले लुप्त की गई. एक नई शिक्षा पद्धति इसलिए लाई गई कि हम लोग सदा विदेशी आक्रमकों के या विदेशी हमारे उस समय जो शासनकर्ता थे, हम उनके गुलाम थे, उनकी गुलामी में हम सदैव बने रहे. വിദ്യാഭ്യാസത്തിലും രാജ്യത്തിന്റെ ഭരണശൈലിയിലും പൂർണ്ണമായും ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളണം. ഇംഗ്ലീഷ് ഒരു ഭാഷ എന്ന നിലയിൽ പഠിക്കുന്നതിൽ ഒരു ദോഷവുമില്ലെന്നും എന്നാൽ നമ്മൾ ഇംഗ്ലീഷുകാരാകേണ്ടെന്നും RSS സർസംഘചാലക് പറഞ്ഞു. RSSന്റെ ഇതുവരെയുള്ള പ്രവർത്തനവും ഇനിയുള്ള പ്രവർത്തനവും രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം പ്രഭാഷണ പരമ്പരയിൽ വ്യക്തമാക്കിയിരുന്നു. ഡൽഹിയെ കൂടാതെ മുംബൈ, ബംഗളൂരു, കൊൽക്കത്ത നഗരങ്ങളിലും സർ സംഘചാലകിന്റെ പ്രഭാഷണ പരമ്പര നടക്കും. ജനം, ഡൽഹി.